ഹായ് സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്ററായ അരിത്മെറ്റിക് സീക്വൻസസ് ആൻഡ് ഓൾജിബ്ര, സമാന്തര ശ്രേണികളും ബീജഗണിതവും എന്ന ചാപ്റ്ററിലെ പേജ് നമ്പർ 71 ക്വസ്റ്റ്യൻ 3ഉം 4ഉം ആണ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദ സം ഓഫ് ഓൾ മൾട്ടിപ്പിൾസ് ഓഫ് 9 എമംഗ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. അതായത് 9ൻ്റെ ഗുണിതങ്ങളായ 3 അക്ക സംഖ്യകളുടെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്കറിയാം 3 അക്ക സംഖ്യകൾ തുടങ്ങുന്നത് 100-ൽ നിന്നാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് 3 ഡിജിറ്റ് നമ്പർ 100 ആണ്. 100 3യുടെ 9ൻ്റെ ടേബിളിൽ ഇല്ല. എങ്ങനെയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്? ഈ ഡിജിറ്റുകളെല്ലാം കൂടെ കൂട്ടിയാൽ 9ൻ്റെ ടേബിളിൽ ഉണ്ടായാൽ മതി. ഇനി 101 101 ഈ ഡിജിറ്റുകൾ 3 കൂട്ടുക, 1ഉം 0ഉം 1ഉം കൂടെ കൂട്ടുമ്പോൾ 2ആണ് കിട്ടുന്നത്. 2 9ൻ്റെ ടേബിളിൽ ഇല്ല. ഇനി 102 നോക്കുക. 1 + 0 + 2 3 ആണ്. 3 9ൻ്റെ ടേബിളിൽ ഇല്ല. 104 നോക്കുക. 1 + 4 5 ആണ്, 9ൻ്റെ ടേബിളിൽ ഇല്ല. 106 1 + 6 7 ആണ്, 9ൻ്റെ ടേബിളിൽ ഇല്ല. 107 ഇല്ല. 108 1 + 0 + 8 9 ആണ്, അത് 108 അതുകൊണ്ട് 9ൻ്റെ ടേബിളിൽ ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് നമ്പർ 108 ആണ്. ഇനി 9ൻ്റെ ടേബിളിൽ ഉള്ള നമ്പേഴ്സാണ്. അപ്പോൾ 9 കൂട്ടി പോയാൽ മതിയല്ലോ. 108ൻ്റെ കൂടെ 9 കൂട്ടുമ്പോൾ 117, പിന്നെ 9 കൂട്ടുമ്പോൾ 126. ഇങ്ങനെയാണ് പോകുന്നത്. ഇനി ലാസ്റ്റ് നമ്പർ നമുക്ക് അറിയത്തില്ല എന്ന് വിചാരിക്കാം. നമുക്കറിയാം ഇതെവിടെയാണ് തീരുന്നത്. 3 ഡിജിറ്റ് നമ്പർ സ്റ്റാർട്ട് ചെയ്യുന്ന എവിടം തൊട്ട് എവിടം വരെയാണ്? 100 തൊട്ട് 999 വരെയാണ് 3 ഡിജിറ്റ് നമ്പേഴ്സ്. ഈ 999 അല്ല ലാസ്റ്റ് നമ്പർ, അത് 9ൻ്റെ ടേബിളിൽ ഉണ്ടോ എന്നൊന്ന് നോക്കിക്കേ. 9 + 9 18, 18 + 9 27. 27 9ൻ്റെ ടേബിളിൽ ഉണ്ട്. അപ്പോൾ ഈ 999 9ൻ്റെ ടേബിളിൽ ഉണ്ടല്ലോ. അപ്പോൾ ലാസ്റ്റ് നമ്പർ 999 ആണ്. ഇനി നമുക്ക് സമ്മാണ് കാണേണ്ടത്. SN = n/2 × x1 + xn. ഇവിടെ ഫസ്റ്റ് ടേം x1 ആണ്, അത് 108 ആണ്. ലാസ്റ്റ് ടേം xn ആണ്, അത് 999 ആണ്. പക്ഷേ n നമുക്ക് അറിയത്തില്ല. അപ്പോൾ xnൻ്റെ ജനറൽ ഫോം എന്താണ്? dn + f - d. അപ്പോൾ d ഇവിടെ എത്രയാണ്? 9ൻ്റെ ടേബിളിലായതുകൊണ്ട് 9 ആണ്. 9n + ഫസ്റ്റ് ടേം 108 - d 9 ആണല്ലോ. അപ്പം 9n + 99 കിട്ടിയല്ലോ. ഇനി ഈ 9n + 99 ആണ് നമ്മുടെ ലാസ്റ്റ് ടേമായ 999. അപ്പം 9n എത്ര വന്നു? 999 - 99, അതായത് 900 എന്ന് വന്നു. അപ്പോൾ n എത്ര വന്നു? 900/9 = 100. അപ്പോൾ 100 ടേംസിൻ്റെ സമ്മാണ് നമ്മളിവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇവിടെ =n പകരം 100/2 × ഫസ്റ്റ് ടേം 108, ഇതാണ് ഫസ്റ്റ് ടേം. ലാസ്റ്റ് ടേം xn 999 =100/2 ഇത് തമ്മിൽ ആഡ് ചെയ്യുക. 1107 എന്ന് വന്നു. അപ്പോൾ =110700/2 എന്ന് എഴുതാം. 11നകത്ത് 2 5 ടൈംസ്, റിമൈൻഡർ 1. 10നകത്ത് 2 5 ടൈംസ്, 7നകത്ത് 2 3 ടൈംസ്, റിമൈൻഡർ 1. 10നകത്ത് 5 ടൈംസ് 2 0. 55,350 ആണ് ആൻസർ. ഇനി 4ാമത്തെ ചോദ്യം ചെയ്യാം. ഇവിടെ ചോദ്യം ഇതാണ്: ദ nth ടേം ഓഫ് സം അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് ഈച്ച്. ആദ്യത്തെ ക്വസ്റ്റ്യൻ 2n + 3. അപ്പോൾ ഇവിടെ nth ടേമിൻ്റെ അരിത്മെറ്റിക് സീക്വൻസ്
അതായത് ഓൾജിബ്രൈക് ഫോം ഓഫ് ദി സീക്വൻസ് ആണ് തന്നിരിക്കുന്നത്, ബീജഗണിത രൂപമാണ് തന്നിരിക്കുന്നത്. നമുക്ക് കാണേണ്ടത് സമ്മ് ബീജഗണിത രൂപത്തിൽ കണ്ടുപിടിക്കണം. അപ്പോൾ ഞാനിവിടെ ഈ 2n+3 എന്നേരം എങ്ങനെയാണ്, xn = 2n+3 ആണല്ലോ. nth ടേം ആണ് തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ x1 എന്ത് വരും? ഈ n-ന് 1 ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ 2 × 1 + 3. x2 വേണമെങ്കിലോ 2 × 2 + 3. x3 വേണമെങ്കിൽ 2 × 3 + 3. ഇങ്ങനെ xn വരെ എഴുതി ആഡ് ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്, സം കാണാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതെല്ലാം കൂടെയാണ് ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആഡ് ചെയ്യുമ്പോൾ ഇവിടെ നോക്കിക്കേ, ഈ 2 എല്ലായിടത്തും കോമൺ ആണല്ലോ. 2 കോമൺ ആകുമ്പോൾ നമുക്ക് 2 അങ്ങനെ തന്നെ എഴുതാം. ഇനി 1 + 2 + 3 + etc. n. ഇനി ഈ പ്ലസ് താഴോട്ട് പ്ലസ് ആണ്. ഇനി എത്ര പ്രാവശ്യം 3 വരുന്നുണ്ട്? n പ്രാവശ്യം 3 വരുന്നുണ്ട്. അപ്പോൾ +3n. ഇനി ഇതെന്താണ്? 2 × Sn = നമുക്കിതിനെ എഴുതാമല്ലോ. 2 × 1 + 2 + etc. n എന്താണ്? നമ്മൾ പഠിച്ചതാണ്. n × n+1/2 + 3n. ഈ 2ഉം 2ഉം ക്യാൻസലായി പോയിട്ട് n × n+1 വരും. ഇതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് n × n n² + n × 1n + 3n. ഈ ലൈക്ക് ടേംസ് തമ്മിൽ ആഡ് ചെയ്യാമല്ലോ. അപ്പോൾ n² + n + 3n. n എന്ന് പറയുന്നത് 1n ആണ്. 1n + 3n 4n. അപ്പോൾ ഇതാണ് Sn-ൻ്റെ ഓൾജിബ്രൈക് ഫോം. ഇനി നമുക്ക് ഇതിനകത്ത് 4 ചോദ്യങ്ങളാണുള്ളത്. ഒന്നാമത്താണ് നമ്മളിവിടെ സോൾവ് ചെയ്തത്. ഇനി രണ്ടാമത്തെ ചെയ്ത് നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ 3n + 2, അതായത് xn ആണ് 3n + 2. അങ്ങനെയാണെങ്കിൽ x1 എന്ന് പറയുമ്പം n-ന് 1 ഇട്ട് കൊടുക്കുക. 3 × 1 + 2. 3 × 1 + 2. x2 എന്ന് പറയുമ്പോൾ 3 × n-ന് 2 ഇട്ട് കൊടുക്കുക. 2 + 2. x3 എന്ന് പറയുമ്പോൾ 3 × 3 + 2. അങ്ങനെ xn = 3 × n + 2. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ x1 + x2 + x3 + etc. xn, അതാണ് Sn എന്ന് നമ്മൾ ജനറലായിട്ട് കൊടുക്കുന്നത്. ഇനി എല്ലായിടത്തും 3 ഉണ്ട്, 3 കോമൺ ആയിട്ട് എടുത്തു. പിന്നെ 1 + 2 + 3 + etc. n പ്ലസ് ഈ പ്ലസ് എത്ര പ്രാവശ്യം 2 വന്നിട്ടുണ്ട്? n × 2 വന്നിട്ടുണ്ട്. അപ്പോൾ 2n എന്ന് എഴുതാം. ഇനി അപ്പോൾ ഈ Sn-ന് Sn = 3 × ഇനി 1 + 2 + etc. n എന്താണ്? n × n+1/2 + 2n = ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ 3/2n² + 3n × 1. അപ്പോൾ 3n തന്നെ. അപ്പോൾ 3n/2 + 2n. ഇത് രണ്ടുമാണ് ലൈക്ക് ടേംസ്. കാരണം n ഉള്ള ടേംസ് തമ്മിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. n² അങ്ങോട്ട് തന്നെ ഇടുക. അപ്പോൾ ഇത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും? =3/2n² പ്ലസ് ഇത് സോൾവ് ചെയ്യുമ്പോൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ 3n + 4n. 2 × 2 4. 3 + 4 7. n/2 എന്ന് എഴുതാം. ഇതാണ് ഇതിൻ്റെ ജനറൽ ഫോം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ 2n - 3 ആണ്. അതായത് xn ആണ് 2n - 3. അപ്പോൾ x1 എന്ത് വരും? x1 = n-ന് 1 ഇട്ട് കൊടുക്കുക. 2 × 1 - 3. x2 കാണാനായിട്ട് 2 × 2 - 3. x3 എന്ന് പറയുമ്പോൾ 2 × 3 - 3 etc. xn വരുമ്പം 2 × n - 3. ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നു. അപ്പോൾ x1 + x2 + x3 + etc. xn ആണ് ലെഫ്റ്റ് സൈഡിൽ വരുന്നത്. അതിന് നമ്മൾ Sn എന്ന് കൊടുക്കാം. സം ആയതുകൊണ്ട് Sn എന്ന് കൊടുക്കാം. ഇവിടെ റൈറ്റ് സൈഡിൽ ഫസ്റ്റ് ടേം 2 കോമൺ ആണ്.
ഇൻറ്റു 1 + 2 + 3 + എക്സെട്ര പ്ലസ് n മൈനസ് 3 എത്ര പ്രാവശ്യം വരും? n ടൈംസ് വരും. ഇനി ഈ 1 + 2 + എക്സെട്ര പ്ലസ് n എന്ന് പറയുന്നത് എന്താണ്? Sn = 2 × n × n + 1/2 മൈനസ് 3n. ഈ 2ഉം 2ഉം ക്യാൻസലായി. അപ്പോൾ n² + n മൈനസ് 3n. ഇത് രണ്ടുമാണ് ലൈക്ക് ടേംസ്. അപ്പോൾ n² - 2n എന്ന് ആൻസർ കിട്ടി. അപ്പോൾ നാലാമത്തെ ക്വസ്റ്റ്യൻ 3n - 2. ഇവിടെ ഞാൻ x1 x2 x3 അങ്ങനെ ഒന്നും കണ്ടുപിടിക്കാതെ എങ്ങനെ കാണാമെന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. നമുക്കറിയാം xn ആണ് 3n - 2. അപ്പോൾ x1 + x2 + എക്സെട്ര പ്ലസ് xn ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതിനെ നമ്മൾ Sn എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ 3 അതേപോലെ ഇടുക. എന്നിട്ട് എന്നിനുള്ള വാല്യൂ മാറ്റി മാറ്റി ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ എന്നിന് പകരം എന്തായി വരും? 1 + 2 + 3 + എക്സെട്ര പ്ലസ് n ആവും. മൈനസ് ഈ 2 ഓരോ സ്ഥലത്തും കൂടും. അപ്പോൾ 2n ആയി. ഇനി 3 × n × n + 1/2 മൈനസ് 2n എന്ന് എഴുതാം. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് വരുമ്പോൾ 3n² + 3n. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈയും കൂടെ ചെയ്യാം. അപ്പോൾ -2 × 2 4n ഹോൾ ഡിവൈഡഡ് ബൈ 2 എന്ന് എഴുതാം. അപ്പോൾ 3n² പ്ലസ് 3n മൈനസ് 4n എന്താ? -n/2. ഇതാണ് ജനറൽ ഫോം. ഇവിടെ x1 x2 എക്സെട്ര നമ്മൾ എഴുതേണ്ട ആവശ്യമില്ല. ഞാൻ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ അങ്ങനെ പറഞ്ഞു തന്നേ ഉള്ളൂ. നമുക്ക് ഇതില്ലാതെ അങ്ങനെ എഴുതാതെയും കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഈ ഒരു സംഗതി മാത്രം അറിഞ്ഞിരുന്നാൽ മതി. ഇനി അഞ്ചാമത്തെ ചോദ്യം കൂടി ചെയ്യാം. ചോദ്യം ഇതാണ്: ദ സം ഓഫ് ദി ഫസ്റ്റ് n ടേംസ് ഓഫ് സം അരിത്മെറ്റിക് സീക്വൻസസ് ആർ ഗിവൺ ബിലോ. ഫൈൻഡ് ദ nth ടേം ഓഫ് ഈച്ച്. അതായത് Sn ആണ് തന്നിരിക്കുന്നത്. ഇവിടെ സമ്മിൻ്റെ ഓൾജിബ്രൈക് ഫോമാണ് തന്നിരിക്കുന്നത്. അപ്പോൾ Sn = n² + 2n. ഇതിനകത്ത് 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. നമ്മൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ് ചെയ്യുന്നത്. Sn എന്ന് പറഞ്ഞാൽ എന്താണ്? സമ്മാണ്. അപ്പോൾ n-ന് 1 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ S1 കിട്ടും. S1 എന്ന് പറഞ്ഞാൽ 1² + 2 × 1. 1² 1 തന്നെ, പ്ലസ് 2 × 1 2. 1 + 2 = 3. ഈ S1 എന്താണ്? അത് ഒന്നാമത്തെ ടേമാണ്. S1 ഒരു ടേമിൻ്റെ സം, അതായത് ആദ്യത്തെ ടേം മാത്രമല്ലേ ഉള്ളൂ, അതാണ് x1. അപ്പോൾ x1 = 3 എന്ന് നമുക്ക് കിട്ടി. ഇനി n-ന് 2 ഇട്ട് കൊടുക്കാം. അപ്പോൾ S2 = 2² + 2 × 2. 2² 4 ആണ്. 2 2s are 4. 4 + 4 8. ഈ S2 എന്ന് പറയുന്നത് ആദ്യത്തെ 2 ടേംസിൻ്റെ തുക. അതായത് x1ഉം x2ഉം കൂടെ കൂട്ടുമ്പോഴാണ് 8 കിട്ടുന്നത്. അപ്പോൾ x1 നമുക്ക് എത്ര കിട്ടി? ഇവിടെ 3 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ 3ഉം x2ഉം കൂടെ കൂട്ടുമ്പോഴാണ് 8. അതിൽ നിന്ന് നമുക്ക് എന്ത് എഴുതാം? x2 = 8 - 3 = 5. അപ്പോൾ x2ഉം നമുക്ക് കിട്ടി, 5 എന്ന് കിട്ടി. x1ഉം x2ഉം കിട്ടിയാൽ കോമൺ ഡിഫറൻസ് d കണ്ടുപിടിക്കാമല്ലോ. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം, അതായത് 5 - 3 = 2. അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം, അതായത് xn ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. xnൻ്റെ ജനറൽ ഫോം എന്താണ്? dn + f - d. d എത്രയാണ്? 2 ആണ്. 2n + f എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്, അത് 3 ആണ്, മൈനസ് d 2 ആണ്. അപ്പോൾ = 2n + 3 - 2 എന്ന് പറയുന്നത് 1. അപ്പോൾ xn എന്ന് പറയുന്നത് 2n + 1 ആണ്. ഇതേപോലെ നമുക്ക് രണ്ടാമത്തെ മൂന്നാമത്തെ ഒക്കെ ചെയ്യാം. ഇനി രണ്ടാമത്തെ ചോദ്യം 2n² + n. അതായത് Sn ആണ് 2n² + n. n-ന് 1 കൊടുക്കുമ്പോൾ S1 കിട്ടും. അപ്പോൾ 2 × 1² + 1. 2 × 1² 1² 1 തന്നെ. 1 × 2 2 + 1 = 3. അതായത് x1 =
3. S1 തന്നെയാണ് x1. ഇനി 2 ഇട്ട് കൊടുക്കാം. എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ S2 കിട്ടും. അപ്പോൾ 2 ഇൻറ്റു 2 സ്ക്വയർ പ്ലസ് 2. 2 സ്ക്വയർ 4 ആണ്. 4 ഇൻറ്റു 2 8. 8 പ്ലസ് 2 10. ഈ S2 എന്ന് പറയുന്നത് എന്താണ്? x1ഉം x2ഉം കൂടെ കൂട്ടുമ്പോഴാണ് 10 കിട്ടുന്നത്. അപ്പോൾ x1 നമുക്ക് കിട്ടി ഇവിടെ 3 ആണ്. അപ്പോൾ 3 പ്ലസ് x2 ഈക്വൽ ടു 10 അല്ലെ? അപ്പോൾ x2 ഈക്വൽ ടു 10 മൈനസ് 3 ഈക്വൽ ടു 7. x2 ഈക്വൽ ടു 7. ഇനി d എത്ര വരും അന്നേരം? സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 7 മൈനസ് 3 ഈക്വൽ ടു 4. ഇനി നമുക്ക് ജനറൽ ഫോം അറിയാം. ഒരു അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ജനറൽ ഫോം xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. d എന്ന് പറയുന്നത് 4 ആണ്. 4n പ്ലസ് f എന്ന് പറയുന്ന ഫസ്റ്റ് ടേം x1 തന്നെ 3 മൈനസ് d എന്ന് പറയുന്ന 4. അപ്പോൾ 4n മൈനസ് 1 ആണ് ഈ അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ഓൾജിബ്രൈക് ഫോം. ഓൾജിബ്രൈക് ഫോം അല്ലെങ്കിൽ nth ടേം എന്നും പറയും. അടുത്ത ക്വസ്റ്റ്യൻ എസ്.എൻ ഈക്വൽ ടു n സ്ക്വയർ മൈനസ് 2n. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത പോലെ തന്നെ ഫസ്റ്റ് എന്നിന് 1 കൊടുക്കുക. S1 ഈക്വൽ ടു 1 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 1. 1 സ്ക്വയർ 1 തന്നെ. 2 ഇൻറ്റു 1 2. 1 മൈനസ് 2 എന്ന് പറയുന്നത് മൈനസ് 1. അതായത് x1 ആണ് മൈനസ് 1. ഇനി എന്നിന് 2 ഇട്ട് കൊടുക്കുക. എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ S2 കിട്ടും. S2 എന്ന് പറയുന്നത് എന്നിന് 2 ഇടുമ്പോൾ 2 സ്ക്വയർ മൈനസ് 2 ഇൻറ്റു 2. 2 സ്ക്വയർ 4 ആണ്. 2 2s are 4. അപ്പോൾ S2 0 എന്ന് വന്നു. S2 എന്ന് പറയുന്നത് x1 പ്ലസ് x2 ആണ് 0. x1 മൈനസ് 1 ആണല്ലോ. മൈനസ് 1 പ്ലസ് x2 ഈക്വൽ ടു 0. അതിൽ നിന്ന് നമുക്ക് x2 കിട്ടുമല്ലോ. x2 ഈക്വൽ ടു 1. അപ്പോൾ x2 1 എന്ന് കിട്ടി. ഇനി അങ്ങനെയാണെങ്കിൽ d കണ്ടുപിടിക്കുക. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം. സെക്കൻഡ് ടേം 1 മൈനസ് ഫസ്റ്റ് ടേം. ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ മൈനസ് 1. ഈ 1 മൈനസ് മൈനസ് മീൻസ് ഇറ്റ് വിൽ ബി പ്ലസ്. 1 പ്ലസ് 1 ഈക്വൽ ടു 2. ഇനി ജനറൽ ഫോം xn ഈക്വൽ ടു dn പ്ലസ് f മൈനസ് d. nth ടേം d എന്ന് പറയുന്നത് 2 ആണ്. 2n പ്ലസ് ഫസ്റ്റ് ടേം മൈനസ് 1 മൈനസ് d എന്ന് പറയുന്നത് 2. അപ്പോൾ 2n ഇത് രണ്ടും നെഗറ്റീവ് ആയതുകൊണ്ട് ആൻസർ ആഡ് ചെയ്തിട്ട് മൈനസ് സൈൻ കൊടുക്കുക. അപ്പോൾ 2n മൈനസ് 3 ആണ് nth ടേം. ഇനി അടുത്തത് ചെയ്യാം. അടുത്തത് 2n സ്ക്വയർ മൈനസ് n. അതായത് എസ്.എൻ ഈക്വൽ ടു 2n സ്ക്വയർ മൈനസ് n ആണ്. എന്നിന് 1 ഇടുമ്പം S1 കിട്ടും. 2 ഇൻറ്റു 1 സ്ക്വയർ മൈനസ് 1. 1 സ്ക്വയർ 1 തന്നെ. 1 ഇൻറ്റു 2 2. 2 മൈനസ് 1 എന്ന് പറയുന്നത് 1 ആണ്. അതാണ് x1. അപ്പോൾ x1 1 എന്ന് കിട്ടി. ഇനി എന്നിന് 2 ഇട്ട് കൊടുക്കുക. എന്നിന് 2 ഇട്ട് കൊടുക്കുമ്പോൾ 2 ഇൻറ്റു 2 സ്ക്വയർ മൈനസ് 2. 2 സ്ക്വയർ 4. 4 ഇൻറ്റു 2 8. 8 മൈനസ് 2 എന്ന് പറയുന്നത് 6 ആണ്. ഇതെന്ന് പറയുന്നത് x1 പ്ലസ് x2 ആണ് 6. x1 എത്ര ആണ്? 1 ആണ്. അപ്പോൾ എന്തെഴുതാം? 1 പ്ലസ് x2 ആണ് 6. അല്ലെങ്കിൽ x2 ഈക്വൽ ടു 6 മൈനസ് 1 എന്ന് പറയുന്നത് 5 ആണ്. അപ്പോൾ x2 5 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ d എന്ന് പറയുന്നത് x2 മൈനസ് x1 ആണ്. അതായത് 5 മൈനസ് 1 എന്ന് പറയുന്നത് 4. ഇനി ജനറൽ ഫോം അല്ലെങ്കിൽ nth ടേം അല്ലെങ്കിൽ ഓൾജിബ്രൈക് ഫോം എന്ന് പറയുന്നത് dn പ്ലസ് f മൈനസ് d. d എന്ന് പറയുന്ന 4. 4n പ്ലസ് f എന്ന് പറയുന്ന ഫസ്റ്റ് ടേം 1 മൈനസ് d 4. അപ്പോൾ 4n മൈനസ് 3 എന്ന ആൻസർ കിട്ടി. ഇനി അതിലെ ലാസ്റ്റ് ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഇവിടെ എസ്.എൻ എന്ന് പറയുന്നത് n സ്ക്വയർ മൈനസ് n ആണ്. S1 കൊടുക്കുമ്പോൾ 1 സ്ക്വയർ മൈനസ് 1. 1 സ്ക്വയർ 1 തന്നെയാണ്. 1 മൈനസ് 1 0. അതായത് x1 0 കിട്ടി. ഇനി S2 എന്നിന് 2 ഇട്ട് കൊടുക്കുക. അപ്പോൾ 2 സ്ക്വയർ മൈനസ് 2. 2 സ്ക്വയർ 4. 4 മൈനസ് 2 എന്ന് പറയുന്നത് 2. ഈ S2 എന്ന് പറയുന്നത് എന്താണ്? x1 പ്ലസ് x2 ആണ്.
S2 അത് നമുക്കിപ്പോൾ 2 എന്ന് കിട്ടി. x1 എത്ര 0. 0 പ്ലസ് x2 2 ആണെങ്കിൽ x2 എന്ത് വരും 2 എന്ന് കിട്ടി. ഇപ്പം x2 2 എന്ന് കിട്ടി. ഇനി കോമൺ ഡിഫറൻസ് കാണണം. സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം 2 മൈനസ് 0 ആൻസർ 2. നമുക്ക് എന്ത് ടേം ആണ് വേണ്ടത്? xn ഈക്വൽ ടു dn പ്ലസ് എഫ് മൈനസ് ഡി. ഡി എന്ന് പറയുന്നത് 2n പ്ലസ് എഫ് എന്ന് പറയുന്ന ഫസ്റ്റ് ടേം ആണ്, മൈനസ് ഡി എന്ന് പറയുന്നത് 2. അപ്പം 2n മൈനസ് 2 ആണ് ഇതിൻ്റെ nth ടേം. ഇനി ബാക്കിയുള്ള ഈ എക്സസൈസിലെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് അടുത്ത വീഡിയോയിൽ ചെയ്യാം.